വണ്ടൂരിൽ CPM പ്രവർത്തകനു നേരെ ആക്രമണം. കാപ്പിൽ അരിപ്പമാട് സ്വദേശി മൂലങ്ങേടൻ സാജുവിനാണ് മർദ്ദനമേറ്റത്. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകനാണ് ആക്രമിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സ്വാലിഹ് കൂടി ചേരുന്നു. സാലിഹ്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സാജുവിന് പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ് തുടരുന്നത്? മാത്രമല്ല, അക്രമിക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ബാർബർ ഷോപ്പിൽ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പതാക കഴുത്തിൽ ചുറ്റിയെത്തി അസഭ്യം പറയുകയും പിന്നാലെ രൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്തത്. ഇയാളെ പിന്നീട് സാജുവിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണ്, അപകടകരമായ സാഹചര്യങ്ങളില്ല. രാഷ്ട്രീയ വിരോധമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സാജു പറഞ്ഞിരുന്നു. സാജു ഇക്കാര്യങ്ങൾ കാണിച്ച വണ്ടൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അക്രമിയെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. വണ്ടൂരിൽ AP അനിൽകുമാർ മന്ത്രിയായതിന്റെ ആഘോഷ പ്രകടനം നടന്നിരുന്നു കാപ്പൂരിൽ. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസിന് അധികാരം ലഭിച്ചതിന്റെ മുമ്പിലാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് CPIM ഏരിയ സെക്രട്ടറി പറഞ്ഞു. ഇത് വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഈ വണ്ടൂർ കേന്ദ്രീകരിച്ച് AP അനിൽകുമാറുമായി വിജയാഹ്ലാദത്തിന് പിന്നാലെ പലയിടത്തും CPIM സ്ഥാപിച്ച ബോർഡുകളും മറ്റും നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തകന് നേരെ ബാർബർ ഷോപ്പിൽ ഇരിക്കുമ്പോൾ കയറി മൃഗീയമായി ആക്രമിച്ചത്. പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രതിയെ പിടികൂടിയിട്ടില്ല. ശരി, സ്വാലിഹാണ് വിവരങ്ങളുമായി ചേർന്നത്.